അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരെ ഒരു നാളിൽ ഒരു ജാവും ഒരു പോലിക്കിട് അവൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തെല്ലാം അവനക്ക് ജാവും പോലും വന്നിട്ടിക്കിട്. ഓരോ ജാവും ഓരോരു വിശേഷത്തെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചൊല്ല്, മനുഷ്യരെ ഓരോ നാളിലും ഓരോരു ജാവും ഇക്കിട്. ആ ജാവത്തെ മനുഷ്യ മൂന്ന് നിലക്ക് ഉപയോഗപ്പെടുത്തരുത്. ഒന്നിരിക്കലോ മൻ അലൈഹി വലാലഹു, ആ ജാവ് അയാൾക്ക് കേടായിട്ടിക്കും, അയാൾക്ക് ഗുണമായിട്ടിക്കല്ല. അല്ലെങ്കിൽ മൻ ലഹു വല അലൈഹി, അയാൾക്കത് ഗുണമായിട്ടിക്കും, അയാൾക്ക് കേടായിട്ടിക്കല്ല. അല്ലെങ്കിൽ മൻലാ ലഹു വല അലൈഹി, അയാൾക്ക് ഗുണവുമില്ല കേടുമില്ല, അങ്ങനത്തെ ജാവായിട്ടിക്കിട്. ഇപ്പോൾ ഫസ്റ്റത് അയാൾക്ക് കേടായിട്ടിക്കും ചെന്നതിൻ്റെ കാരണം അയാൾ ജാവു മനുഷ്യന്മാരെല്ലാം ഇറങ്ങിയാൽ പിന്നെ ആ ജാവത്തെ അയാൾ വേണ്ടാത്ത നിലയ്ക്ക് ഉപയോഗപ്പെടുത്തരുത്. ചെന്നെങ്കിൽ എന്തെങ്കിലും ഹറാമായ കാര്യത്തിലായിട്ടിക്കിട്. പണ്ടെല്ലാം മനുഷ്യന്മാരെല്ലാം ഇറങ്ങിയാൽ പിന്നെ നല്ല എണിച്ചിട്ട് വേശ്യാവാട്ടിക്ക് പോകണമോ, അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും ഹറാമായ ഒരു ആട്ടത്തുക, അല്ലെങ്കിൽ നാട്ടകത്തുക, അല്ലെങ്കിൽ സിനിമത്തുക, ഇങ്ങനെയെല്ലാം പോയിട്ടുണ്ടാകും മനുഷ്യന്മാർ. ഇപ്പോൾ അതൊക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ മൊബൈലിൽ വേണ്ടാത്ത എന്തെങ്കിലും നോക്കണേ, ഇങ്ങനെ അള്ളാഹു അനുവദിക്കാത്ത കുറേ കാര്യത്തെല്ലാം നോക്കിയിട്ട് വറങ്ങടെ ആൾ മാറിക്കിടാറ്. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കുറേ ഇങ്ങനെ മുന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസ് അങ്ങനത്തെ എന്തെല്ലാം ഫങ്ഷനുകളിൽ പോയിട്ട്, ക്ലബ്ബോ പോയിട്ട് അതെല്ലാം മനുഷ്യന്മാർ ജാവത്തെ കാലഹരണാക്കിടാറ്. അപ്പോൾ ആ ജാവ് അയാൾ കേടായിട്ട് കിടത്. എന്നാൽ ആഖിറത്തിൽ ആ ജാവുമായിട്ട് അയാൾ ഭയങ്കര ഖേദിക്കിടും. അയാൾക്കത് ആ ജാവ് കൊണ്ട് ഒരു ഉപകാരം കിട്ടില്ല അതർത്ഥം. രണ്ടാമത്തെ ആൾ അയാൾ ആ ജാവിടെ ഗുണമാക്കിയിട്ട് എടുത്തിട്ട് ചെന്നെങ്കിൽ അയാൾക്ക് ആ ജാവ് നല്ല ബെനിഫിറ്റ് അയാൾക്ക് എടുത്ത്. മനുഷ്യന്മാരെല്ലാം പറഞ്ഞതായ സന്ദർഭമായിട്ട് ജാവ്. ആ സമയത്തിൽ അയാൾ ദിക്റും സ്വലാത്തും ഖുർആനോത്തും തഹജ്ജുദ് നിസ്കാരം ഇങ്ങനെ പടച്ച റബ്ബിനെ ഓർത്തിട്ട് ധാരാളം ബെനിഫിറ്റ് അയാൾ ആ ജാവിടെ എടുത്തിട്ട്. അപ്പോൾ ജാവ് ചെല്ലത് മനുഷ്യന്മാർ എല്ലാം ഉറങ്ങുന്ന സമയമല്ലേ. അപ്പോൾ ഉറങ്ങിയ സന്ദർഭത്തിൽ ആ ജാവത്തെ നമുക്ക് ബേനെങ്കിൽ എന്താക്കാം, മനുഷ്യന്മാർ ഗൊന്തില്ലാത്ത പോലെ ഹറാമിനെ കൊണ്ടും അതിനെ ഉപയോഗപ്പെടുത്താം. നല്ല ഇബാദത്ത് കൊണ്ടും നമുക്ക് എന്താക്കാം, അതിനെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് ബേനെ നമുക്ക് എന്താക്കാം ഉപയോഗപ്പെടുത്താം. രണ്ടും മനുഷ്യന്മാർ കൊന്തിക്കില്ല, അവനക്ക് വേണ്ട റബ്ബ് കൊന്തിക്കില്ല. അവൻ ആ ജാവത്തെ വേണ്ടതൊക്കെ ഉപയോഗമാക്കിനാണ്, അല്ലെങ്കിൽ നല്ലതൊക്കെ ആക്കിനാണ്. ഓരോ നാളിലും അങ്ങനത്തെ ജാവ് നമുക്ക് ഇക്കിടും. പിന്നൊരു ആൾ അയാൾ ലാലഹു വല അലൈഹി, അയാൾക്ക് ആ ജാവത്തെ കൊണ്ട് അയാൾ ഉപകാരം എടുത്തിട്ടില്ല, പിന്നെന്താക്കിയിട്ടില്ല, ഹറാമായ കാര്യം എടുത്തിട്ടില്ല. അതായത് ഇശാ നിസ്കരിച്ചിട്ട് അയാൾ പോയിട്ട് മുണ്ടവാറങ്ങിരും, അയാൾ ജാവ് ഗണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. സാധാരണ നോർമൽ ആൾമാരെല്ലാം അങ്ങനെ ജാവ് പോയിട്ട് ഇറങ്ങിയാൽ സുബഹിക്ക് എണിച്ചാറ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ബെടക്ക് ആൾമാർ ജാവത്തെ എന്താക്കിടാറ്, വേണ്ടാത്ത നിലയ്ക്ക് മിസ്യൂസ് ആക്കിടാറ്. സ്വാലിഹീങ്ങൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെല്ലാം ആ ജാവത്തെ ബേനും പോലെ ബെനിഫിറ്റ് എടുക്കിടാറ്. ദിക്റിലും സലാത്തിലും ഖുർആനോതുമായിട്ടും അതുപോലെ നീണ്ടമായ തഹജ്ജുദ് നിസ്കാരം ഇങ്ങനെല്ലാം ബെനിഫിറ്റ് എടുക്കെടുത്തിട്ട് ഈ ആൾമാരുള്ളാർ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ ജാവത്തെ ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കഞ്ഞി പോകേണ്ട ജാവ്, ആ ജാവിടെല്ലാം എന്താക്കണു, നാളെ സ്വാലിഹിങ്ങ ഞങ്ങളെ മുൻഗാമിങ്ങ എങ്ങനെ അങ്ങ് ജാവുകളെല്ലാം കഷ്ടം വന്നിട്ട് അധ്വാനിച്ചിട്ട് ഈ ഭാഗത്ത് എടുത്തിടാറ്, നല്ലതൊക്കെ ഉപയോഗിച്ചെടുത്താറ്. ആ നിലക്ക് ഉപകാരം എടുക്കുകയും പ്രയത്നമാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവരും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി.